ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട കൊണ്ട് വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുഴുങ്ങിയെടുത്ത മുട്ട ഇതുപോലെ 2 കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചൂടായ ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നാൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി 1 സവാളയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള വെള്ളവും കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ കട്ടിയുള്ള ഭാഗം മാത്രം കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാളയും തക്കാളിയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നതിന് പകരം ഞാൻ ഇതുപോലൊരു ചെറിയൊരു കഷ്ണം പട്ടയാണ് പൊടിച്ച് ചേർക്കുന്നത്. ഇത് ഒറിജിനൽ മരത്തിൽ നിന്നെടുത്ത പട്ടയാണ്. നല്ല മണവും പ്രത്യേക ടേസ്റ്റും ഉണ്ട് ഇത് ചേർത്താൽ. മസാലയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ തീയിലാണ് വെക്കേണ്ടത്. പൊടികൾ കരിഞ്ഞു പോകാനും പാടില്ല. അതുപോലെ തന്നെ പൊടികളുടെ പച്ചമണം മാറി കിട്ടുകയും വേണം. അതുകൊണ്ട് 2 സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. സ്നാക്സിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. സാധാരണ കപ്പളവിൽ ഇത് 3/4 കപ്പാണ്. ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് 1 ഗ്ലാസ് എടുത്തത്. ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളത് കൊണ്ടാണ് 3/4 കപ്പ് മൈദ എടുത്തത്. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 1 കപ്പ് മൈദ എടുക്കാം. മൈദയിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കവർ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. പാൽപ്പൊടി ചേർത്തത് കൊണ്ട് 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഓയിലും കട്ടിക്കനുസരിച്ചുള്ള വെള്ളവും ചേർത്താണ് ഞാൻ അടിച്ചെടുക്കുന്നത്. പാല് ചേർക്കുന്നവർ ബാറ്ററിൻ്റെ കട്ടിക്കനുസരിച്ചുള്ള പാലും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമുള്ളത്. ഒരുപാട് കട്ടിയുമല്ല, ഒരുപാട് ലൂസുമല്ല, ഈ ഒരു പരുവത്തിൽ. ഇനിയൊരു പാനിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ മാക്സിമം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് വെള്ളം ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ 2 സൈഡും മറിച്ചും തിരിച്ചിട്ടും എടുക്കാം.
ഇനി ചൂടായ ഒരു പാനിലേക്ക് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വളരെ കട്ടി കുറച്ചാണ് ഇത് ചുട്ടെടുക്കാൻ. 1-1.25 സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കാൻ. തീ കൂടിപ്പോയാൽ അതിൻ്റെ സൈഡെല്ലാം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമുക്കിത് മടക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ കട്ടി കുറഞ്ഞ് നല്ല സോഫ്റ്റായിരിക്കണം. ഇതുപോലുള്ള 6 എണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ആദ്യം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് ഒരു പീസ് മുട്ടയും വെച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി 1.5 ടീസ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. ഈ ഒരു കട്ടിയിൽ മതി. ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് ലൂസും ആവണ്ട. ഈ ഒരു കട്ടിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൈദയുടെ കൂട്ട് ഇതുപോലെ എല്ലാ സൈഡിലും തേച്ച് കൊടുക്കാം. നല്ലതുപോലെ തേച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ഒട്ടി വരികയുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡ് ഓരോന്നും മടക്കി അതിൽ മൈദ തേച്ചാണ് ഒട്ടിച്ച് വെക്കേണ്ടത്. ലാസ്റ്റ് ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ 10 സെക്കൻഡ് കൈകൊണ്ടൊന്ന് അമർത്തി വെച്ചിരിക്കുക. അപ്പോഴത്തേക്കും ഇത് നന്നായി ഒട്ടി വരും. ഇതുപോലെ ബാക്കിയെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്ന് വീതം ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. ഇതിൻ്റെ 2 സൈഡും 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു സ്നാക്സാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.